സാർ, ഇപ്പം D4 എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റി ഡ്രോൺസ് ഡിഫൻസ് സിസ്റ്റം, ഇത് വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. അതുകൊണ്ടാവാം തൈവാൻ ഇതിലൊരു കണ്ണുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതെ, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ തദ്ദേശീയമായി ഇവിടെ നിർമ്മിച്ചതാണ് D4 എന്ന് പറയുന്ന ഡ്രോൺ വേദ സംവിധാനം. എന്ന് പറഞ്ഞാൽ ഡ്രോണുകളെ തകർക്കുന്ന സിസ്റ്റം. അത് ചൈനയിൽ നിന്നുള്ള ധാരാളം ഡ്രോണുകൾ ഈ തായ്വാനെ ചുറ്റിപ്പറക്കുന്നുണ്ട്. കാരണം തായ്വാൻ സ്വന്തമാക്കണം, ഇല്ലേ? തായ്വാനാണെങ്കിൽ സ്വതന്ത്ര രാജ്യം ആയിട്ടാണ് തായ്വാൻ നിൽക്കുന്നത്. പക്ഷെ തായ്വാനിൽ അധിനിവേശം നടത്തണം, തായ്വാനെ ചൈനയുടെ ഭാഗമാക്കണം എന്നാണ് ചൈന ആഗ്രഹിക്കുന്നത്. അവർ പാർട്ടി കോൺഗ്രസിലുമൊക്കെ കഴിഞ്ഞതിലുമൊക്കെ തായ്വാനെ ഇന്ന വർഷമാകുമ്പോൾ നമ്മുടെ ഭാഗമാക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ഈ തായ്വാനെ ചുറ്റി ചൈനീസ് കപ്പലുകൾ ഇപ്പോഴും മറ്റേ അമേരിക്കൻ കപ്പലുകളുമൊക്കെ സൗത്ത് ചൈന സീയിൽ കിടപ്പുണ്ടല്ലോ. ഈ തായ്വാന് വലിയ ഭീഷണിയായിട്ട് പല സ്ഥലത്തും വിമാനങ്ങൾ ധാരാളം തവണ തായ്വാൻ്റെ മുകളിൽ കൂടി പറക്കുകയോ ചുറ്റും പറക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചൈനീസ് ഡ്രോണുകൾക്കെതിരെ പ്രയോഗിക്കാനായിരിക്കണം ഈ തായ്വാൻ നമ്മുടെ D4 ആൻറ്റി ഡ്രോൺ സിസ്റ്റത്തിൽ താല്പര്യം വാങ്ങിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഈ ഡ്രോണിന് ഈ സോഫ്റ്റ് സ്കിൽ, ഹാർഡ് സ്കിൽ രണ്ട് ശേഷിയുമുണ്ടെന്നാണ് പറയുന്നത്. ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ തകർത്ത് കളയുക. സോഫ്റ്റ് സ്കിൽ മൊത്തത്തിൽ തകർക്കില്ല, ജാം ചെയ്യുക തുടങ്ങിയ പ്രവർത്തനരഹിതമായി തുടങ്ങിയ സംവിധാനങ്ങൾ, ചർകരിയ എന്നൊക്കെ നമ്മൾ പറയില്ല, ഒരു കൈ വെട്ടുക ഒരു കാല് വെട്ടുക എന്നൊക്കെ പറയുന്നുള്ള അതാണ് സോഫ്റ്റ് കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ D4 വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് ആഗോളതലത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് D4 തായ്വാന്റെ ശ്രദ്ധയിലും വരുന്നത്. D4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 എന്നില്ലേ അതില്? D എന്നും ഉണ്ട്. അപ്പൊ എന്താണ് D4? ഡ്രോൺ, ഡിറ്റക്ട്, ഡിറ്റർ ആൻഡ് ഡിസ്ട്രോയ്. അതാണ് 4D. D4 ഡ്രോൺ, ഡിറ്റക്ട് കണ്ടെത്തുക, ഡിറ്റർ തടയുക, ഡിസ്ട്രോയ് തകർക്കുക. അതാണ് D4. ഉഗ്രം പേരല്ലേ? അപ്പൊ DRDO നമ്മുടെ പ്രതിരോധ വകുപ്പിന്റെ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചതാണ്. പിന്നെ അത് നിർമ്മിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ്, ബെൽ, പിന്നെ സെൻടെക് എന്ന് പറഞ്ഞൊരു സ്വകാര്യ സ്ഥാപനവും ഒക്കെ ചേർന്നിട്ടാണ് അത് നിർമ്മിക്കുന്നത്. അപ്പോൾ തായ്വാൻ താവളങ്ങളെ ചുറ്റി ചൈനീസ് ഡ്രോണുകൾ പറക്കുകയും കടലിൻ്റെ അതിർത്തികളിലുമൊക്കെ ഈ ചൈനീസ് ഡ്രോണുകളുടെ ശല്യമുണ്ട്. അപ്പോൾ ലെയേർഡ് ഡിഫൻസ് എന്നാണ് പറയുന്നത്. പല തലങ്ങളിലുള്ള ഡിഫൻസിന് പറ്റിയ ഉഗ്രൻ ഈ ഡ്രോൺ വേദ സംവിധാനമാണിത്. 2 തരമാണ് എൻഗേജ്മെന്റ്. നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സോഫ്റ്റ് കിൽ, ഈ ചൈനയുടെ ഡ്രോൺ, ഇപ്പോൾ ഉദാഹരണത്തിന് ഏത് ഡ്രോണിനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അതിൻ്റെ റേഡിയോ ഫ്രീക്വൻസിയെ ജാം ചെയ്യുക, അതാണ് സോഫ്റ്റ് കിൽ. പിന്നെ GPS അതിനെ കൈകാര്യം ചെയ്യുക. GPS സ്പൂഫിംഗ് എന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് പ്രവർത്തനമൊന്നും നടത്താൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഡ്രോണിനെ കൊല്ലാതെ ജാം ചെയ്യുന്നു, സ്പൂഫ് ചെയ്യുന്നു. 2 ഹാർഡ് കിൽ, ഈ ലേസർ ഡയറക്റ്റഡ് എനർജി വെപ്പൺ അതുപയോഗിച്ച് കൊല്ലുക ഡ്രോണിനെ. അതാണ് പരിപാടി. DW എന്ന് പറയും, ലേസർ ഡയറക്റ്റഡ് എനർജി വെപ്പൺ. അതുകൊണ്ട് കൊന്നുകളയുക. അങ്ങനെ ഇരട്ട ശേഷി ഉള്ള ഡ്രോൺ സംഹാര സംവിധാനമാണ് D4. 360 ഡിഗ്രി റഡാർ കവറേജ് ഉണ്ട്, ചുറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൽ ആഗോള താല്പര്യം വന്ന് സംഭവിച്ചത്. ഇങ്ങനെ 2 ശേഷിയും, ഡുവൽ ശേഷിയും, 360 ഡിഗ്രി റഡാർ നിരീക്ഷണ ശേഷിയും. പിന്നെ നമ്മൾ 2 സിസ്റ്റം കൂടി നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ചെറിയ
രാജ്യമൊന്നുമല്ല നമ്മൾ. അതായത് 30 കിലോവാട്ട് ലേസർ DEW. നമ്മൾ DEW നേരത്തെ പറഞ്ഞില്ലേ, ലേസർ ഡിറക്റ്റഡ് എനർജി വെപ്പൺ എന്ന്. അത് ഈ ഡ്രോൺ വേദ സംവിധാനത്തിൽ ഉണ്ടല്ലോ, ലേസർ വെപ്പൺ സംഹാരത്തിന്. അപ്പോൾ അത് 30 കിലോവാട്ട് ലേസർ DEW അതും കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈദരാബാദിലെ DRDOയുടെ സെൻറ്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസസ്, ചെസ്, അതാണ് സെൻറ്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസസ്, ചെസ്. ഹൈദരാബാദിലെ DRDOയുടെ സ്ഥാപനമാണ് വികസിപ്പിക്കുന്നത്. 5 കിലോമീറ്റർ അകലെ നിന്ന് തന്നെ ഈ ലേസർ സംഹാര ആയുധം ഉപയോഗിച്ചിട്ട് ഡ്രോണുകളെ തകർക്കാം. പിന്നെ നമ്മുടെ പട്ടാളം അത് വാങ്ങാൻ പോകുന്നേ ഉള്ളൂ, ഇപ്പൊ വികസിപ്പിച്ചല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് മറ്റു രാജ്യങ്ങൾക്കും കൊടുക്കാം. തായ്വാന് ഈ D4ന്റെ സാങ്കേതിക വിദ്യ ചിലപ്പോൾ കൈമാറിയേക്കാം. സംയുക്തമായിട്ട് നിർമ്മിക്കാനുള്ള താല്പര്യവും തായ്വാനുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പൊ അർമേനിയ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിപണിയല്ലേ, അതുപോലെ തായ്വാനും ഒരു പ്രധാനപ്പെട്ട വിപണിയാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ചൈനയുടെ ശത്രുവായതുകൊണ്ട് നമ്മളെ അവർക്ക് ട്രസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ചൈനയുടെ ആയുധങ്ങളൊക്കെ തകർത്ത് വീരന്മാരായിട്ട് നിൽക്കുകയാണ് ഇപ്പം. അപ്പോൾ ചൈന പാകിസ്ഥാന് CH-4A ഡ്രോണുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശത്രുരാജ്യമായ ചൈന നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാന് ഡ്രോണുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇന്ത്യ ഇതുവരെ തായ്വാന് ഇത്തരം ആയുധങ്ങളൊക്കെ കൊടുക്കാതിരിക്കുകയായിരുന്നു. അതിൽ ഒരു മാറ്റം വരുന്നു. നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു അല്ലേ? ഇല്ല. അപ്പോൾ വലിയൊരു സ്ട്രാറ്റജിക് അല്ലേ, ജിയോ പൊളിറ്റിക്സ്, അതിലൊക്കെ വലിയ ഷിഫ്റ്റ്, പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്ന വലിയ മാറ്റം വരികയാണ്. നമ്മൾ തായ്വാനെയും ആയുധം പോർച്ചട്ട അണിയിക്കുന്നു. അതെ. അപ്പൊ നമ്മുടെ അവിടെയും മേഖലയിൽ ഒരു സ്വാധീനം കൂടെ വരികയാണ് അല്ലേ? അരപ്പട്ട കെട്ടിയ തായ്വാൻ പറയുന്ന പോലെ. അപ്പോൾ തായ്വാൻ അമേരിക്കയുടെ ഒരു പിടിയിലായിരുന്നു. അമേരിക്കയാണ് അതിന് ആയുധങ്ങളും വിമാനങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ചൈനക്കിട്ട് നന്നായിട്ട് പണിതു പാകിസ്ഥാൻ യുദ്ധത്തിൽ എന്നുള്ളത് തായ്വാനെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. അതെ, അങ്ങനെയാണല്ലോ. അതെ, സന്തോഷം കൂടുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിതുവരെ തായ്വാന് കൊടുത്തിരുന്നില്ല. ചൈന പക്ഷേ അതൊന്നും പാലിച്ചില്ല. പാകിസ്ഥാന് ധാരാളം ആയുധങ്ങളൊക്കെ കൊടുത്തിരുന്നു. നമ്മൾ തായ്വാന് കൊടുത്തിരുന്നില്ല. ചൈന എന്തിനാണ് വെറുതെ ചൊറിയുന്നതെന്ന് വിചാരിച്ചിട്ട് അതിന് മാറ്റം വന്നു. അപ്പോൾ ഇത് 2 തരത്തിൽ D4 ഉണ്ട്. സ്റ്റേഷനറി ആൻഡ് വെഹിക്കിൾ മൗണ്ടഡ്, ഒരു സ്ഥലത്ത് തന്നെ നിലയുറപ്പിക്കുന്ന വിധത്തിൽ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ 2 തരത്തിലുണ്ട്. അർമീനിയയും വിയറ്റ്നാമും ഇതിൽ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അർമീനിയ സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഇൻഡോ പസഫിക് സെക്യൂരിറ്റി ഡൈനാമിക്സ് മാറാൻ പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഡോ പസഫിക് മേഖലയിലെ ഈ സംഗതികൾ ഒന്ന് മാറുന്നു. പാകിസ്ഥാൻ 500 ഡ്രോൺ ലോഞ്ചറുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ പാകിസ്ഥാൻ 500 ഡ്രോൺ ലോഞ്ചറുകൾ പ്രയോഗിച്ചിരുന്നു നമുക്കെതിരെ കഴിഞ്ഞ സംഘർഷത്തിൽ. തുർക്കിയുടെ അസിസ് ഗാഡ് സൊങ്കാർ ഇല്ലേ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു, നമ്മൾ തകർത്തിരുന്നു. അപ്പോൾ പാകിസ്ഥാന് തുർക്കിയുടെയും കിട്ടുന്നുണ്ട്, ചൈനയുടെയും കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ തായ്വാന് ആദ്യമായിട്ട് കൊടുക്കാൻ പോകുന്നു. പടിഞ്ഞാറൻ അതിർത്തിയിൽ നമ്മൾ 36 ഇല്ലേ കേന്ദ്രങ്ങൾ ഇതൊക്കെ ഈ D4 സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തായ്വാനുമായിട്ട് പുതിയൊരു സഖ്യം വരുന്നു. ചൈനയ്ക്ക് സൈഡിൽ തന്നെ നമുക്കൊരു ബന്ധം തായ്വാനായിട്ടുണ്ടാകുന്നത് നല്ലതുമാണ്. അതെ, ചൈനയ്ക്കിട്ട് ചൊറിയാം എന്ന് നമ്മൾ അവസാനമായിട്ട് തീരുമാനിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.